ഇപ്പോൾ ഓണക്കാലമല്ലേ. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ പള്ളിയിൽ നടന്ന ഒരു ഓണ പ്രോഗ്രാമിൻ്റെ വീഡിയോ ആണിത്. ഞങ്ങൾ ആദ്യമായിട്ടാണ്, ഞങ്ങളുടെ ഒരു കുഞ്ഞു പള്ളിയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഓണ പ്രോഗ്രാം നടത്തുന്നത്. നമ്മളുടെ കുറച്ച് ആൾക്കാർ മാത്രം ചേർന്നാണ് നടത്തിയത്. ആദ്യം പുരുഷന്മാരുടെ മുട്ടായി വറുക്കലായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഇത്രയും പ്രായമായിട്ടും മുട്ടായി വറുക്കുന്നൊക്കെ ഒരു കൈവായിട്ട് തോന്നി. അതിനുശേഷം കുഞ്ഞുങ്ങളുടെ മുട്ടായി വറുക്കലുണ്ടായിരുന്നു. പിന്നെ അവരുടെ ലെമൺ ആൻഡ് സ്പൂൺ മത്സരം നടത്തി. പിന്നെ സീനിയർ കുട്ടികളുടെ ലെമൺ ആൻഡ് സ്പൂൺ മത്സരം. പിന്നെ പുരുഷന്മാരും ഇതുപോലെ തന്നെ ലെമൺ ആൻഡ് സ്പൂണെല്ലാം കളിച്ചു, കൂട്ടത്തിൽ തന്നെ കളിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു. കുറച്ച് പേരെ ഉള്ളെങ്കിലും ഭയങ്കര സന്തോഷത്തിൽ നമുക്ക് ഈ പ്രോഗ്രാമെല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ തോന്നി. ഞാനാണ് കോമ്പയർ ചെയ്തത്. അച്ഛന് നിർബന്ധപ്രകാരം അച്ഛൻ ഇനിഷ്യേറ്റീവ് എടുത്തൊരു നടത്തിയൊരു ഓണ പ്രോഗ്രാമാണ്. നമ്മൾ കുറച്ച് വീടുകൾ പങ്കെടുത്തുള്ളൂ എങ്കിൽ പോലും അത് ഭയങ്കര ഒരു രസമുള്ളൊരു പ്രോഗ്രാമാണ്. അതുപോലെ കുറച്ച് ഗെയിംസ് മാത്രമേ നമ്മൾ നടത്തിയുള്ളൂ. ആ പള്ളിയിലെ ആരാധനയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം നടത്തിയത്. അതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് മുന്നിൽ കിട്ടിയുള്ളൂ. ആ ഉള്ള സമയം വെച്ച് നമ്മൾ പറ്റുന്നത്രയും ഗെയിമുകളെല്ലാം സെറ്റ് ചെയ്തു. പുരുഷന്മാരുടെ കസേരകളി ഉണ്ടായിരുന്നു. രസമായിരുന്നു അവരുടെ ആ കസേരകളി. അവർ എല്ലാവരും നല്ല രീതിയിൽ പങ്കെടുത്തു. അതിനുശേഷം സ്ത്രീകൾക്കും ബിസ്ക്കറ്റ് കടി, കുഞ്ഞുങ്ങൾക്കും ബിസ്ക്കറ്റ് കഴിക്കാൻ കൊടുത്തു. സ്ത്രീകൾ മാക്സിമം നോക്കി, പക്ഷേ അവരെ കൊണ്ട് സാധിച്ചില്ല. കാരണം അല്ലാതെ ചാടിക്കടിക്കുന്നൊരു ബിസ്ക്കറ്റ് കടി അല്ലല്ലോ. ഇപ്പം നെറ്റിക്ക് ബിസ്ക്കറ്റ് വെച്ചിട്ട് ഇങ്ങനെ അനക്കി വായി കൊണ്ടിരുന്ന ഒരു ഗെയിമല്ലേ അത്. അവർ മാക്സിമം നോക്കി അവർ, പക്ഷേ ഫസ്റ്റ് സെക്കൻഡ് നേടുക എന്നുള്ളതല്ലായിരുന്നു. ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം. അതുകൊണ്ടെല്ലാം ഭംഗിയായി നടന്നു. കുഞ്ഞുങ്ങളുടെ വേറെ പ്രോഗ്രാംസ് നടന്നു. വെള്ളം കുടി മത്സരം ഉണ്ടായിരുന്നു. അത് രസമായിരുന്നു. ഞങ്ങളുടെ അച്ഛനുൾപ്പെടെ അതിനകത്ത് പങ്കെടുത്തു. അത് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. കസേരകളിക്ക് ഞാനും കയറിയായിരുന്നു കേട്ടോ. ആദ്യമേ തന്നെ ഔട്ടായി പോയി. പക്ഷേ ഒരു നല്ലൊരു വൈബായിരുന്നു. കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാമാണിത്. ഈ വർഷവും ഞങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത സൺഡേയിലേക്ക് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ വർഷവും വളരെ നല്ല രീതിയിൽ നടക്കാൻ കഴിയട്ടെ. അതിനുശേഷം നമ്മളുടെ ഗെയിംസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സദ്യ, അതായത് ഓരോ വീടുകളിൽ നിന്നും കൂട്ടാനും കറിയുമായിട്ട് കുറച്ച് ചോറും എല്ലാമായിട്ട് എല്ലാവരും അതിനകത്ത് അരിച്ചിലേക്ക് വരും. എല്ലാവരും ഓരോ വീടുകളിൽ നിന്നും കുറച്ച് കറിയും കൂട്ടാനും അവിയലും സാമ്പാറും അച്ചാറും എല്ലാം കൊണ്ടുവന്ന് അച്ഛനാണ് വിളമ്പി തുടങ്ങിയിരിക്കുന്നത്. എല്ലാവരും ഇരുന്ന് ഉള്ള ആൾക്കാർ അവരത്രയും നേരം അവസാനം വരെയും ഇരുന്ന് പ്രോഗ്രാമെല്ലാം കണ്ട് എല്ലാത്തിനകത്തും പങ്കെടുത്ത് സദ്യ കൊണ്ടുകഴിഞ്ഞതിന് ശേഷമാണ് അവർ പോയത്. ഭയങ്കര ഒരു രസമുള്ളൊരു പ്രോഗ്രാമായിരുന്നു. നല്ലൊരു ഓണ പ്രോഗ്രാമായിരുന്നു ഞങ്ങളുടെ. പിന്നെ ഉള്ളത്ര ആൾക്കാർ വളരെ സന്തോഷമായിട്ട് പങ്കെടുത്തിരുന്നു. ഈ വർഷവും ഞങ്ങൾ ഇതുപോലെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. ഏറ്റവും അവസാനമാണ് ഞങ്ങളൊക്കെ ഇരുന്നത് കേട്ടോ. ഇത്രയാണ്. ഈ ഒരു സന്തോഷമാണ് ഈ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ അടുത്ത ഓണ പ്രോഗ്രാമിൻ്റെ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.